PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 22/02/2025 നടന്ന KRFEDലേക്കുള്ള അക്കൗണ്ടൻറ്റ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 009/2024 010/2024 അപ്പോൾ ഈ ഫൈനൽ ആൻസർ കീ പ്രകാരം എന്തൊക്കെ ചേഞ്ച് വന്നിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ 1 മുതൽ ആദ്യത്തെ 15 ചോദ്യങ്ങൾക്ക് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. പിന്നെ 16ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ, ദ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രൈമർലി വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എന്നുള്ളത് എ ആയിരുന്നു പ്രൊവിഷൻ ആൻസർ കീയിൽ. ഇപ്പോൾ അത് സി, ഓൺലി 1 ഈസ് കറക്റ്റ്, അതായത് റിസോൾവിങ് ഡിസ്പ്യൂട്ട്സ് അറൈസിങ് വിത്തിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 17ാമത്തെ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് ഇൻക്ലൂഡ്, അത് ഓപ്ഷൻ ഡി ആയിരുന്നു ഓൾ കറക്റ്റ് എന്നുള്ളത് പ്രൊവിഷനിൽ. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് സി ആക്കിയിട്ടുണ്ട്, അതായത് ഓൺലി 1 and 2 കറക്റ്റ്. Purchasing shares in societies with limited liability, providing grants for infrastructure development എന്നുള്ളതും. അപ്പോൾ സി ആണ് ഇപ്പോൾ ചേഞ്ച് വന്നേക്കണത്. പിന്നെ ചേഞ്ച് വന്നിട്ടുള്ളത് എന്ന് പറയാൻ 48 വരെ പിന്നെ ചേഞ്ച് ഒന്നുമില്ല. അത് കഴിഞ്ഞ് 49ാമത്തെ ക്വസ്റ്റ്യൻ 49ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ദ ഡൊമസ്റ്റിക് സബ്സിഡറീസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത്, അത് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈ 3 ചേഞ്ചസ് മാത്രമേ, 2 ഓപ്ഷൻ ചേഞ്ചും പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യലും. അപ്പോൾ 99-ലായിരിക്കും ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. ഇനി ബി, ഇതിപ്പോൾ ഞാൻ ആൽഫ കോഡ് എ ആണ് പറഞ്ഞത്. ഇനി ബി ആൽഫ കോഡിൽ എഴുതിയവർക്ക് 11ഉം 12ഉം ആണ് സി ആക്കി മാറ്റിയിരിക്കുന്നത്. 11C 12C. പിന്നെ ഡിലീറ്റ് ചെയ്തേക്കുന്നത് 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി സി ആൽഫ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ എഴുതിയവർക്ക് 6ഉം 7ഉം ആണ് ഓപ്ഷൻ സി ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത്, രണ്ടും സി തന്നെ. പിന്നെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് 59ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇനി ഡി ആൽഫ കോഡ് പരീക്ഷ എഴുതിയവർക്ക് 1ഉം 2ഉം ഓപ്ഷനാണ് സി ആക്കി ചേഞ്ച് ചെയ്തിരിക്കുന്നത്, 1 സി 2ഉം സി തന്നെ. പിന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് 54ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് ഈ പരീക്ഷയ്ക്ക് വരുത്തിയിട്ടുള്ളൂ. 2 ഓപ്ഷൻ ചേഞ്ച് ചെയ്യുകയും ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 99-ൽ ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.